അൽവാഹിദത്തുർ റാബിഅ, നാലാമത്തെ പാഠം. നമുക്ക് ഇവിടെ വരുന്നതൊക്കെ മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾക്ക് നോക്കി ഓതാൻ വരുന്നത് സൂറത്തുൽ ഖസസിലെ 56-ാമത്തെ ആയത്ത് മുതല്, പിന്നെ സൂറത്തുൽ അൻകബൂത്ത്, അതൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നത് നോക്കി ഓതാൻ. പിന്നെ ഹിഫ്ലിന് വരുന്നത് സൂറത്തുൽ അഅല, സൂറത്തുൽ അഅലയിലെ 4 ഫസ്ലുകളാണ്. അപ്പൊ അതൊക്കെ ഇവിടെ നോക്കി എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ സൂറത്ത് പരിചയപ്പെടാനും സൂറത്തുൽ ഖസസ് മക്കിയാണ്. അത് 28-ാമത്തെ സൂറത്താണ്. 88 ആയത്തുകളാണ് സൂറത്തുൽ ഖസസിലുള്ളത്. അതില് നമ്മള് കഴിഞ്ഞ പാഠത്തിൽ കുറച്ച് ഭാഗം അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് 28-ാമത്തെ സൂറത്താണ്. പിന്നെ സൂറത്തുൽ അൻകബൂത്ത് മക്കിയാണ്, 69 ആയത്താണ്, 29-ാമത്തെ സൂറത്താണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കുക. അതിന്റെ പാരായണം കേട്ട് തജ്വീദോടു കൂടി ഓതാൻ ഇതൊന്ന് സ്കാൻ ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. മനസ്സിലാക്കുക. ഈ പാഠത്തിന്റെ കൂടെ നമ്മള് പഠിക്കുന്ന തജ്വീദ് ഹുറൂഫ് ഇസ്തിഅലാഇന്റെ ഹർഫ്, ഇസ്തിഅലാഇന്റെ ഹർഫാണ്. അപ്പൊ ഇവിടെ ഇസ്തിഅലാഇന്റെ ഹർഫുകൾ എത്ര എണ്ണം വന്നിട്ടുണ്ട്? 7 അക്ഷരങ്ങളാണ് ഇസ്തിഅലാഇന്റെ ഹർഫുകൾ. 7 എണ്ണം. ഖാ, സ്വാദ്, ളാദ്, ഐന്, ത്വാ, ഖാഫ്, ളാ. ഇത്രയും അക്ഷരങ്ങളാണ്. അപ്പൊ നമുക്ക് ഇതിന് ഹർക്കത്തുകൾ നൽകി ഹുസ്സ, ലഅ്തിൻ, ലഅ്തിൻ, കിള്, ഹുസ്സ, ലഅ്തിൻ, കിള്. ഇവിടെ നമുക്ക് പെട്ടെന്ന് അക്ഷരങ്ങൾ ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ പേര് ഹുസ്സ, ലഅ്തിൻ, കിള് എന്ന് പഠിച്ചു വെച്ചാൽ ഹാ, സ്വാദ്, ളാദ്, ഐന്, ത്വാ, ഖാഫ്, ളാ, ഇത്രയും അക്ഷരങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇത് മറക്കണ്ട. ഹുസ്സ, ലഅ്തിൻ, കിള്, ഇസ്തിഅലാഇന്റെ ഹർഫുകൾ 7. ഈ അക്ഷരങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അക്ഷരങ്ങൾ എപ്പോഴും തഫ്ഹീമാക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. തഫ്ഹീമാക്കുക എന്ന് പറഞ്ഞാല് ഉച്ചരിക്കുമ്പോൾ വായ നിറയെ ശബ്ദമുണ്ടാക്കണം, കനപ്പിച്ച് ഉച്ചരിക്കണം. അതിനാണ് തഫ്ഹീം എന്ന് പറയുന്നത്. നമുക്കിവിടെ വാക്യം എന്താ പറയുന്നത്? മുകളിൽ കൊടുത്ത അക്ഷരങ്ങൾക്ക് ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങൾ എന്നാണ് പറയുക. അപ്പൊ ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ നമുക്ക് ആ അക്ഷരങ്ങൾ എഴുതണം. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായ നിറയെ ശബ്ദമുണ്ടാകണം. വായ നിറയെ ശബ്ദമുണ്ടാകുന്ന അക്ഷരങ്ങളാണ് ഏത്? ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങൾ. അത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഉച്ചാരണ സമയത്ത് നാവ് തടിച്ച് വായയുടെ മുകൾ ഭാഗത്തേക്ക്, അതായത് അണ്ണാക്കിലേക്ക് ഉയർന്നു വരണം. നാവ് തടിച്ച് വായുടെ മുകൾ ഭാഗത്തേക്ക് ഉയർന്നു വരണം. അപ്പോഴാണ് ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവ് തടിച്ച് വായയുടെ മുകൾ ഭാഗത്തേക്ക് ഉയരണം. അതായത് നാവിന്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരുമ്പോഴാണ് ഈ തഫ്ഹീം ഉണ്ടാകുന്നത് മനസ്സിലാക്കാം. തഫ്ഹീം അതായത് വായ നിറയെ ശബ്ദം ഉണ്ടാകുന്നത്. അപ്പൊ ഇത് ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായ നിറയെ ശബ്ദം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാല് ഉച്ചാരണ സമയത്ത് നാവ് തടിച്ച് വായുടെ മുകൾ ഭാഗത്തേക്ക് ഉയർന്നു വരുന്നത് കൊണ്ടാണ്. അപ്പൊ അത് മനസ്സിലാക്കട്ടോ. വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം ഉച്ചരിക്കണം. അക്ഷരം ഏതെല്ലാം? ഉച്ചരിക്കുന്ന അക്ഷരം ഏതാണ്? ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങൾ. അത് എപ്പോഴും വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം ഉച്ചരിക്കണം. മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് സ്വാദ്, ളാദ്, ത്വാ, ളാ എന്നീ അക്ഷരങ്ങൾ വരുന്ന 2 പദങ്ങൾ വീതം പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിച്ച് എഴുതി പരിശീലിക്കാം. അപ്പൊ നമുക്ക്
രണ്ട് സൂറത്താണ് നമുക്ക് ഇതിന്റെ കൂടെ വരുന്ന, സൂറത്തുൽ ഖസസും സൂറത്തുൽ അൻകബൂത്തും. ആ സൂറത്തിൽ നിന്ന് നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും 2 ഉദാഹരണങ്ങൾ വീതം ഈ 4 അക്ഷരങ്ങൾക്ക് തിരഞ്ഞെടുത്ത് എഴുതാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഖസസ് ആയിരിക്കും എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോ ആ ഭാഗത്ത് നിന്ന് തന്നെ കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമില്ല. അൻകബൂത്തൊന്നും കണ്ടുപിടിക്കാൻ നമുക്ക് ഓരോ പാഠത്തിന്റെയും കൂടെ വരുന്ന സൂറത്തുകൾ അതൊന്ന് എവിടുന്ന് വേണമെങ്കിലും കണ്ടുപിടിക്കാം, മനസ്സിലാക്കുക. അടുത്തത് നമുക്ക് സ്ഥിലായന്റെ അക്ഷരങ്ങൾ വന്ന ഖുർആൻ എന്ന് വന്ന പദങ്ങളാണ്. വലഖദ് വസ്സൽനാ, വസ്സൽനാ സ്വാദ് പറയുമ്പോ നമുക്ക് തടിപ്പിച്ച് പറയാം, മനസ്സിലാക്കാം. അപ്പൊ അത് എഴുതി പരിശീലിക്കാനാണ്. കോപ്പി എഴുതുന്നത് പോലെ എഴുത്ത് രീതികൾ മനസ്സിലാക്കി എഴുതുക. അടുത്തതാ മിനൽ മുഹ്ളരീൻ, മിനൽ മുഹ്ളരീൻ ലോ ഔവൈനാഹും കമാ ഔവൈനാ, ഔവൈനാഹും കമാ ഔവൈനാ ഓ മനസ്സിലാക്കാം. അപ്പൊ അതെവിടേക്ക് എഴുതുക. അടുത്തതാ ലദു ഹല്ലിൻ അലീം, ലദു ഹല്ലിൻ അലീം ലി, ലദു ഹല്ലിൻ അലീം ലി വന്നു, മനസ്സിലാക്കുക. അടുത്തതാ വ ഇലൈഹി തുഖ്ലബൂൻ, വ ഇലൈഹി തുഖ്ലബൂൻ. ഇനി ഇത് ഖുർആനിൽ കണ്ടെത്താനാണ്. നമ്മളിപ്പോ നോക്കിയതുപോലെ നമ്മുടെ പാഠഭാഗത്തുനിന്ന് ലനുദ്ഖിലന്നഹും ഫിസ്സാലിഹീൻ ഖുർആനിൽ നോക്കുക, എന്നിട്ട് അതിൽ കണ്ടെത്തുക ഏത് ആയത്താണെന്നൊക്കെ ഇവിടെ എഴുതിക്കുക. ഏത് സൂറത്തിലെ ഏത് ആയത്താണെന്ന് ഇതിന്റെ ചോട്ടിലായിട്ട് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. അടുത്തത് ഇൻ കുൻതും മിനസ് സാദിഖീൻ. ഇതില് സ്ഥിലായന്റെ അക്ഷരങ്ങൾ ഖ, സ്വാദ്, സ്വാദ്, ഖാഫ്. ഫഅഖദഹുമുത് തൂഫാൻ, ഖ, ത. വഇദാ സമിഉൽ ലഗ്വ, ഐൻ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി കണ്ടെത്തുക. നമുക്ക് ഈ പാഠത്തിന്റെ കൂടെ ഖുർആൻ ഒരു ദുആ കൂടി മനസ്സിലാക്കി പഠിക്കാം. എന്താണ്? റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. എന്താണ് അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കിയാലോ? ഞങ്ങളുടെ നാഥ, നീ ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല, നീ എത്രയോ പരിശുദ്ധൻ, അതിനാൽ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ, കാത്തുരക്ഷിക്കണേ. അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ. ഞങ്ങളുടെ നാഥ, നീ ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല, നീ എത്രയോ പരിശുദ്ധനാണ്, അതിനാൽ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. അപ്പൊ ഇതൊക്കെ പഠിക്കുക, പ്രാവർത്തികമായിട്ട് ശീലമാക്കുക ദുആ. അടുത്ത പിന്നെ മാസാന്ത മൂല്യമാണ്. അപ്പൊ ഇതിലെ വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്താല് നിങ്ങൾക്ക് ഉസ്താദ് നിങ്ങളുടെ വർക്കിനനുസരിച്ച് നന്നായിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ടുണ്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതില് സ്റ്റാർ നൽകുന്നതാണ്. അപ്പൊ ഇത്രയാണ് ഈ പാഠത്തിൽ വരുന്ന വർക്കുകള്.